ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ സ്ഥിരത കൈവരിച്ചെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. 2027 GDP 6.8 മുതൽ 7.2 വരെ വളർച്ച കൈവരിക്കും. 2026 പകുതിയോടെ ലോകത്തിലെ രണ്ടാമത്തെ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറും. US താരിഫ് വർധന ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർന്നുവെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് എന്ന് പാർലമെന്റിൽ വെച്ചിരിക്കുന്നു. ഇന്ത്യയുടെ GDP വളർച്ചയുണ്ടായി എന്നുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണുള്ളത്. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ താരിഫ് വർധന അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, GDP വളർച്ചയുണ്ടായി എന്നുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് കൂടിയാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ വെച്ചിരിക്കുന്നത്. എന്തൊക്കെ വിശദാംശങ്ങൾ ലഭ്യമാണ്? ഇന്നാണ് ഈ സാമ്പത്തിക സർവേ സഭയിൽ വച്ചത്. എന്തായാലും ഇതിൽ പ്രധാനമായി നിർണായകമായ കാര്യങ്ങളാണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 2027 GDP 6.8 മുതൽ 7.2 വളർച്ച കൈവരിക്കുമെന്നതാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയിൽ വളർച്ച സ്ഥിരതയായി തന്നെ മുന്നോട്ട് പോകുന്നു. ആഗോള ഉണ്ടായ തകർച്ചയൊന്നും അത് ഇന്ത്യയുടെ GDP വളർച്ചയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയോ ബാധിച്ചിട്ടില്ല എന്നതാണ് സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കയറ്റുമതി ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. വ്യാപാര ശൃംഖലകൾ വ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ 2026 പകുതിയോടെ കയറ്റുമതി 22.2 ബില്യൺ ആകുമെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിലെ രണ്ടാമത്തെ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറും. അത് IMF അതുപോലെ തന്നെ ലോകബാങ്ക് കണക്കുകൂട്ടലുകൾക്കും അപ്പുറം വളർച്ച ഇന്ത്യ കൈവരിക്കുമെന്നതാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താരിഫ് വർധന ഉണ്ടായിരുന്നിട്ടും 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ വളർച്ച കൈവരിച്ചു എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും വലിയ തകർച്ച ഇത്തരത്തിൽ ആഗോളതലത്തിൽ ഉണ്ടായെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ വലിയ രീതിയിൽ തന്നെ മുന്നേറുകയാണ്. അതേസമയം രൂപയുടെ തകർച്ച അടക്കമുള്ള കാര്യങ്ങളിലും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണത്തിന്റെ വില ഉയരുന്നതും അമേരിക്കൻ ഡോളറുമായി ബന്ധമുണ്ടെന്നും അമേരിക്കൻ ഡോളറിന്റെ തകർച്ചയാണ് ഈ സ്വർണ്ണ വിലയിൽ പ്രതിപാദിക്കുന്നതെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരി, ഇന്ത്യക്ക് GDP വളർച്ചയുണ്ടാകുമെന്നും ഈ വർഷം പകുതിയോടുകൂടി രണ്ടാമത്തെ വലിയ കയറ്റുമതി രാജ്യമായി ഉയരുമെന്നുമൊക്കെയാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നത്. വിവരങ്ങളാണ് PR അരവിന്ദ് നൽകിയത്.